കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിക്ക് മാനസിക പീഡനം. ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ലിസ ജോണിനെതിരെയാണ് പരാതി. ഫോറൻസിക് 3-ാം വർഷ വിദ്യാർത്ഥി വിനീത് കുമാറാണ് പരാതി നൽകിയത്. തെറിയും അശ്ലീലവും കലർന്ന സംസാരവും എന്ന് വിനീത്. തനിക്കെതിരെ നിന്നാൽ പീഡന കേസിൽ കുടുക്കുമെന്നും പരീക്ഷയിൽ തോൽപ്പിക്കും എന്നുമുള്ള ഭീഷണിപ്പെടുത്തൽ ഉണ്ടായി എന്നും വിനീത് പറയുന്നു. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നാണ് പറയുന്നത്. വിവരങ്ങളുമായി ഷിനോജ് ചേരുന്നുണ്ട്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഷിനോജ്, വളരെ ഗൗരവമായ ഒരു പരാതിയാണ്. കാരണം ഒരു വിദ്യാർത്ഥിക്കെതിരെ ഒരു അധ്യാപിക ഇത്തരത്തിൽ പെരുമാറുന്നു. ഇത് ഒരു വിദ്യാർത്ഥിയുടെ മാത്രം പരാതിയാണോ, അതോ പൊതുവിൽ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ പരാതി ഉള്ളതാണോ? ഒരാൾ മാത്രമാണോ ഈ പരാതിയുമായി മുന്നോട്ട് വന്നത്? വിശദാംശങ്ങൾ എന്താണ്? ഈ പരാതി പറഞ്ഞ വിദ്യാർത്ഥി ഷിനോജിനൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോത്തി, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ലിസ ജോണിനെതിരെയാണ് ഇത്തരത്തിൽ പരാതി ഉയർന്നിരിക്കുന്നത്. ഈ പരാതി ഒറ്റപ്പെട്ട പരാതി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളിൽ പലർക്കും ഇത്തരത്തിൽ മാനസിക പീഡനം ഉണ്ടായി തരത്തിലുള്ള പരാതികളുണ്ട്. പക്ഷേ ഈ നേരിട്ടുള്ള രേഖാമൂലമുള്ള പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരാൾ മാത്രമാണ്. ആ വിദ്യാർത്ഥിയാണ് നമുക്കിപ്പം ചേരുന്നത്. ഫോറൻസിക് വിഭാഗം 3-ാം വർഷ വിദ്യാർത്ഥിയുള്ള വിനീത് കുമാറാണ് ചേരുന്നത്. എന്താണ് സത്യത്തിൽ നിങ്ങൾക്ക് ഈ ഫോറൻസിക് വിഭാഗം മേധാവിയിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ? ഈ കഴിഞ്ഞ നവംബർ 8-ാം തീയതി പോടാ പട്ടി എന്ന് വിളിക്കുകയും വലത് കൈയോങ്ങി മുഖത്തടിക്കാൻ വരികയും ചെയ്തിരുന്നു. പിന്നെ അതിനെ തുടർന്ന് ഞാനൊരു ഫീമെയിൽ, നീ ഒരു മെയിൽ, എനിക്ക് കേസ് എങ്ങനെ കൊടുക്കണമെന്നറിയാം എന്നുള്ള രീതിയിൽ വ്യാജ സ്ത്രീപീഡന കേസ് എന്നിൽ ആരോപിക്കുമെന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ഭീഷണിപ്പെടുത്തി. ഇതിനു മുമ്പും പലതവണ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്നും അല്ലാതെ പല രീതിയിൽ പരിഹസിക്കുകയും അപഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ 4-ാമത്തെ പരാതിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആദ്യത്തെ പരാതി എന്ന് പറയുന്നത് അതിൽ എന്നുള്ള രീതിയിൽ 3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വിളിക്കുകയായിരുന്നു. സ്റ്റുഡൻസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പോലീസിൻ്റെയും മുമ്പിൽ വെച്ചായിരുന്നു ഇതൊക്കെ ചെയ്യുന്നത്. അന്നും ഇതേപോലെ വലത് കൈയോങ്ങി മുഖത്തടിക്കാൻ വന്നിരുന്നു. അന്ന് സ്ഥിരമായിട്ട് നുള്ളുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം എന്നെ നുള്ളാൻ പറ്റില്ല, എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇവർ ഇങ്ങനെ യുഗോൻ വിളിക്കുകയായിരുന്നു. അതായിരുന്നു തുടക്കം. അപ്പോൾ അന്ന് കോളേജ് പ്രിൻസിപ്പലിന് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അന്വേഷണങ്ങളും എൻക്വയറിയും നടന്നിരുന്നു. പിന്നെ അതിനെന്ത് സംഭവിച്ചെന്ന് അറിയില്ല. 2-ാമത്തെ പരാതി ഈ ആദ്യത്തെ ഇൻസിഡൻറ്റിൽ ഒരു തീരുമാനം ആകാത്തത് കൊണ്ട് അന്ന് നടപടി കൂടുതലായിട്ടൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു. അതിനെ തുടർന്ന് എൻക്വയറി ഉണ്ടായി. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ 3-ാമത്തെ ഇൻസിഡൻറ്റ് 2023 നവംബറിൽ ഉണ്ടായി. അന്നേ ദിവസം മോർച്ചറിയിൽ ഓട്ടോപ്സി കേസിനിടയിൽ വെച്ചിട്ട് HOD വളരെ ഷൗട്ടിങ് മോശമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബർ 8-ാം തീയതി സംഭവിച്ചതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത്. ഈ പോടാ പട്ടി എന്ന് വിളിക്കുന്നതും വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഇതിനെ തുടർന്ന് എനിക്ക് മോർച്ചറി ബാൻ ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം മോർച്ചറി ബാൻ നേരിടേണ്ടി വന്നു. അതായത് എനിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കേസ് തരില്ല, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കാണാൻ പറ്റില്ല, മറ്റ് അധ്യാപകരോട് പഠിപ്പിക്കരുതെന്ന് പറയുന്നു, മോർച്ചറിയിൽ കയറാനോ നോക്കാനോ പാടില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ അനുഭവിച്ചത്. ഇതിനെ തുടർന്നാണ് അവസാനം ഗത്യന്തരമില്ലാതെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷന് കംപ്ലയിൻറ്റ് കൊടുത്ത പരാതികളിൽ നിന്ന് നടപടി ഉണ്ടോന്ന് അറിയത്തില്ല അല്ലേ? കോളേജ് തലത്തിലും DME തലത്തിലും എൻക്വയറി ഉണ്ടായി. DME കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്ന് മറ്റ് വിദ്യാർത്ഥികളെയും ഫാക്കൽറ്റീസിനെയൊക്കെ എൻക്വയറി ചെയ്യുകയുണ്ടായി. എന്നെയും HODയെയും ട്രിവാൻഡ്രത്തേക്ക് വിളിക്കുകയുണ്ടായിരുന്നു. ഈ ആദ്യം നുള്ള സമയത്ത് നുള്ളാൻ പറ്റില്ല, തന്നെ തൊടാൻ ശാരീരികമായും വേണമെങ്കിൽ പറയാം എന്ന് പറയാം. അതിലൊരു ആദ്യം കൊടുത്ത പരാതി ആയിരിക്കും ഇത്തരത്തിൽ വീണ്ടും തുടർച്ചയായിട്ട് ഇത്തരത്തിൽ പരാതി. അതെ, ഞാനൊരു അഡൾട്ടാണ്. അപ്പോൾ എന്നോട് സംസാരിച്ചാൽ മതിയാവും. എൻ്റെ ശരീരത്തിൽ തൊടേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ MBBS പഠിക്കുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടുത്തെ അധ്യാപകരും ഞാൻ അതിനു മുമ്പുള്ള അധ്യാപകരും ഒക്കെ കണ്ടിട്ടുള്ളതായിരുന്നു. സർക്കാർ തലത്തിൽ സർക്കാർ സ്കൂളുകളിൽ പഠിച്ച് സർക്കാർ മെഡിക്കൽ കോളേജിൽ MBBS പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് PG പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അത് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു വിഷയമാണ് ഫോറൻസിക് മെഡിസിൻ. അപ്പോൾ അവിടെ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെയാണ് ഞാൻ കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോയത്. എന്ത് തീരുമാനം ഉണ്ടാവുമെന്ന് അറിയില്ല. എൻക്വയറികൾ പൂർത്തിയായി. അതിൻ്റെ നടപടികൾ എത്രയും വേഗം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്
ഈ അധ്യാപിക, ഈ പരാതിക്കാർ, ഈ ആരോപണം ഉയരുന്ന ഈ അവർക്കെതിരെയുള്ള ഈ ലിസ ജോൺ എന്ന് പറയുന്ന അധ്യാപിക നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത കിട്ടിയതെന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഇത്തരത്തിൽ DMEയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു വാർത്ത ആദ്യം കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചോദിച്ചാൽ മതി എന്നൊരു മറുപടിയാണ് അവരിൽ നിന്നുണ്ടായത്. മാത്രമല്ല ഇത്തരത്തിലൊരു പരാതി കിട്ടിയിട്ടുണ്ടായിട്ട് കോളേജിൻ്റെ പ്രിൻസിപ്പളിനെ സമ്മതിക്കുന്നുണ്ട്. അത് വളരെ ഗൗരവമേറിയ പരാതി തന്നെയാണെന്ന് കോളേജിൻ്റെ പ്രിൻസിപ്പൾ നമ്മൾ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നെന്നാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു അധ്യാപികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഉണ്ടായതെന്നാണ് നമുക്ക് ഇപ്പോൾ ഈ പ്രതികരണത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ നവംബറിൽ കൊടുത്ത പരാതിയാണ്. ആ പരാതിയിൽ ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി ഷിനോജ്, എത്രയും പെട്ടെന്ന് ആ പരാതിയിലൊരു തീർപ്പുണ്ടാകട്ടെ. ഇത് എന്ത് കാരണത്താലാണ് ഇത്തരത്തിലൊരു അധ്യാപിക ഇങ്ങനെ പെരുമാറുന്നത്? അത് ഒരാളെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തിനിങ്ങനെ പെരുമാറുന്നു, മറ്റു പലരോടും മോശമായി പെരുമാറുന്നുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ അധ്യാപികയോട് പ്രതികരണം ചോദിക്കുമ്പോൾ അധ്യാപിക പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല, നിഷേധാത്മകമായി പെരുമാറുകയാണ് ചെയ്തത്. പ്രിൻസിപ്പൽ സമ്മതിക്കുന്നുണ്ട് വളരെ ഗൗരവമുള്ള പരാതിയാണ് എന്ന്. അതിലും അന്വേഷണം ഉണ്ടാവട്ടെ.